Audio Jungle. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമുക്ക് ചെറുപയർ തോരൻ തയ്യാറാക്കിയാലോ? ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ എങ്ങനെ നമുക്ക് ചെറുപയർ തോരൻ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഒരു 10-20 മിനിറ്റ് വെച്ചാൽ മതിയാകും. അതിനുശേഷം നമുക്കൊരു കുക്കറിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. കുറച്ച് അധികം വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീരെ വെള്ളം കുറയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ഫ്ലെയിം നല്ലതുപോലെ കൂട്ടി 3 വിസിലാക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലെയിം കുറച്ച് വെച്ച് വേവിച്ചാൽ പയർ വെന്ത് പൊലിഞ്ഞു പോകും. വേവാതെ ഇരിക്കണമെങ്കിൽ കറക്റ്റ് അളവിന് കിട്ടണമെങ്കിൽ ഫ്ലെയിം കൂട്ടി വെച്ച് ഒരു 3 വിസിൽ വേവിച്ചാൽ മതിയാകും. ആ സമയത്തിന് പയർ വേകുന്ന സമയത്തിന് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലൊരു ചെറിയ വെളുത്തുള്ളി, കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇത് ഇത്രയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. നല്ല അരഞ്ഞു പോകാതെ വേണം ഇത് ചതച്ചെടുക്കാൻ. അരഞ്ഞു പോകാതെ ഇതുപോലെ വേണം ആക്കിയെടുക്കാൻ. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5-2 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് ഒരു 2 സവാള ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ചെറുപയർ തോരന് കുറച്ച് ഉള്ളി അധികം ചേർക്കുന്നതാണ് ടേസ്റ്റ്. ചെറിയ ഉള്ളി എടുത്താലും മതിയാകും. ഞാനിപ്പോൾ സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, വറ്റൽമുളക്, ഇത് ഇത്രയും ചേർത്ത് സവാള ഒന്ന് കുഴഞ്ഞു വരുന്ന രൂപത്തിലാക്കി എടുക്കാം. ഇതിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഒന്ന് ചെറിയ രീതിയിൽ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പും ഉള്ളിയുടെ മിക്സും തമ്മിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ആക്കി വെച്ചതിന് ശേഷം നമുക്കിനി ചെറുപയർ ചേർത്ത് കൊടുക്കാം. അധികം കുഴഞ്ഞു പോകാതെയാണ് ചെറുപയർ കിട്ടിയിരിക്കുന്നത്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ ഇത് വെന്തിട്ടുമുണ്ട്. അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഫ്ലെയിം കൂട്ടി വയ്ക്കുമ്പോൾ ഇത് വേകുകയും ചെയ്യും. ആവശ്യത്തിനേ വേഗയുള്ളൂ. വെള്ളം വേഗം വറ്റിക്കിട്ടും. അങ്ങനെ ഇതേ പരുവത്തിന് വേണം ആക്കിയെടുക്കാൻ. ഇതിനെയും കൂടെ ഇതുപോലെ ആക്കിയിട്ട് നമ്മുടെ മിക്സിയിലോട്ട് കുറച്ച് അരപ്പൊക്കെ ഇരിക്കണേൽ ഒരു 5-6 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇതിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇത് വെച്ച് കൊടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ചെറുപയർ തോരന് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഇത് കുറച്ച് സമയം കൂടെ ഇതിൽ കിടന്ന് ഒന്ന് വറുത്ത് വരുന്ന രീതി ആക്കിയെടുക്കുക. ഇതിപ്പോൾ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.